ഈശോ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഉത്ഥാനത്തിന് ശേഷം മഗ്ദലന മറിയത്തിനും അതുപോലെ തന്നെ 11 ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെടുന്നതാണ്. ആദ്യമേ തന്നെ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. അവിടെ മഗ്ദലന മറിയത്തെ കുറിച്ച് പ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, ഇവളിൽ നിന്നാണ് ഈശോ 7 പിശാചുക്കളെ പുറത്താക്കിയത്. എന്നിട്ട് ഈശോ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറയുകയാണ്, ശിഷ്യന്മാരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്ന് പറയുകയാണ്. ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട് മഗ്ദലന മറിയം പോകുന്നു. 11 പേരെടുത്ത് പറയുന്നു, അവര് ഈ മഗ്ദലന മറിയത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഈ 11 പേരിൽ നിന്നും 2 പേര് ഒരു യാത്ര പോകുന്ന സമയത്ത് അവരോട് ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ കാര്യം പറഞ്ഞു. പക്ഷെ അവരെയും അവർ വിശ്വസിച്ചില്ല. ഈ 2 പേര് തിരിച്ചു വന്നിട്ട് ബാക്കി 9 പേരെ അറിയിക്കുന്നുണ്ട്, അവരെയും അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഈശോ നേരിട്ട് ഈ 11 പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നെ കുറിച്ച് എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈശോ അവരുടെ ഹൃദയകാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും ഈശോ കുറ്റപ്പെടുത്തി എന്ന് പറയുകയാണ്. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അവരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറയുകയാണ്. നമ്മൾ ഈ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം നിന്റെ പാസ്റ്റ് എന്താണെന്ന് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിന്. ഇവളിൽ നിന്നാണ് ഈശോ 7 പിശാചുക്കളെ പുറത്താക്കിയത്. പണ്ട് 7 പിശാചുക്കൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഈശോ പ്രത്യക്ഷനാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്റ് ഈശോ നോക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഭൂതകാലം ഈശോ നോക്കുന്നില്ല, നിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം എന്തായിരുന്നു എന്ന് ഈശോയ്ക്ക് വിഷയമുള്ള കാര്യമല്ല. പിന്നീട് പറയുകയാണ്, ഈശോ 11 പേർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ 11 പേര് മഗ്ദലന മറിയം എന്ന് പറഞ്ഞ കാര്യം വിശ്വസിക്കാത്തവരാണ്. അവരുടെ ഹൃദയകാഠിന്യം ഉണ്ടായിരുന്നു, വിശ്വാസരാഹിത്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തികളെയാണ് ഈശോ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നത് ഇങ്ങനെ കുറവുകളുള്ളവരെയാണ്. ഇന്നത്തെ സുവിശേഷം മൊത്തത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിന്റെ ഭൂതകാലം ദൈവത്തിന് ആവശ്യമില്ല, ദൈവം അത് നോക്കുന്നില്ല. നിന്റെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് ദൈവം നോക്കുന്നില്ല, ദൈവത്തെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമല്ല. ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിനക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് സാധിക്കുമോ, അതാണ് ദൈവം നോക്കുന്ന ഒരു കാര്യം. പക്ഷെ നമ്മളൊരു ദൈവസന്നിധിയില് വിശ്വസ്തയോടെ ആയിരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.